നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ഡിസംബർ മാസം വരെയുള്ള അവിട്ടം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഒന്ന് പരിശോധിച്ച് നോക്കാം. അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നത് മകരക്കൂറിലും ശേഷം 30 നാഴിക വരുന്നത് കുംഭക്കൂറിലുമാണ്. അപ്പോൾ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ ചാരവശാൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ജൂൺ മാസം വരെ അത്ര അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം എന്താ വെച്ചെന്നാൽ ആദിത്യനും രാഹുവും ബുധനും ശുക്രനും അനിഷ്ട സ്ഥാനത്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. മാത്രമല്ല ഉത്സാഹവും ശൗര്യവും വർദ്ധിക്കുമെങ്കിലും എടുത്തിയേട്ടം കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ യുദ്ധം ചെയ്ത് വിജയിക്കാനുള്ള യോഗമുണ്ട്. ദൈവാധീനത്തിന് വേണ്ടിയിട്ടുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, നാഗപൂജ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ തടസ്സമില്ലാതെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങൾ തരണം ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ കുറച്ച് പ്രതിസന്ധികൾ ഈ സമയത്തുണ്ട്. അപ്പോൾ മെയ് മാസത്തിൽ സഹായസ്ഥാനത്ത് പാപയോഗം വരുന്നത് കാരണം കൊണ്ട് സഹായിക്കേണ്ട വ്യക്തികളുടെ പെരുമാറ്റം അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. സഹായികൾ ശത്രുക്കളാകാനുള്ള സാധ്യതയുണ്ട്. നിവൃത്തി സ്ഥാനത്ത് കേതു നിൽക്കുന്ന കാരണം കൊണ്ട് എന്തിന് തുടങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അഷ്ടമത്തിലാണ് കേതു ഈ അവിട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയിൽ ജനിച്ചവർക്കുള്ളത്. അപ്പോൾ ആ സമയത്ത് നടുവേദന പോലുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും യോഗമുണ്ട്. സാമ്പത്തിക ഞെരുക്കം, അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക്, നാഗപൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 5-ാം ഭാവത്തിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ദൈവാധീനം നല്ല രീതിയിലുണ്ട്. എന്നാൽ ഈ ജൂൺ മാസം വരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമാണ്. ജൂൺ മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6-ാം ഭാവത്തിലേക്ക് വ്യാഴം മറയുന്നത് സമയത്ത് ദൈവാധീനത്തിന് കുറവ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏഴശനിയുടേതായിരിക്കുന്ന അവസാനം സമയമാണ്. അപ്പോൾ ഏഴശനിയുടേതായിരിക്കുന്ന ദോഷമുള്ളത് കൊണ്ട് ജൂൺ മാസത്തിന് ശേഷം അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട്, വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസൂക്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്യണം. അതേപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ മെയ് മാസം, ഏപ്രിൽ പകുതിക്ക് ശേഷം മെയ് മാസം വരെയുള്ള സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അപ്രിയമായിട്ടുള്ള രീതിയിലുള്ള സംസാരം, അതുകൊണ്ടുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ, എടുത്തിയാട്ടം, ദേഷ്യം, ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാനും യോഗമുണ്ട്. എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും ആദ്യം ഒരു തടസ്സം ഉണ്ടാകാനും യോഗമുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ജൂൺ മാസം മുതൽ പിന്നീട് അങ്ങോട്ട് വിഷ്ണു ക്ഷേത്രത്തിലും ശനി ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് ചെയ്യണം. അതിനോടൊപ്പം തന്നെ എടുത്തിയാട്ടം പോലെയുള്ള കാര്യങ്ങൾ നിർത്തി എല്ലാ കാര്യങ്ങളും സാവകാശം ചിന്തിച്ച് പെരുമാറാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ രാഹുപൂജ, കേതുപൂജ, ശനി പൂജ മുതലായിട്ടുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും നവംബർ മാസം വരെയാണ് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾ കാണുന്നത്. നവംബർ മാസത്തിന് ശേഷം വളരെ അനുകൂലമായ രീതിയിൽ നിവൃത്തി സ്ഥാനത്തേക്ക് വ്യാഴം വരുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിൽ അഭിവൃദ്ധി ഉണ്ടാകാനായിട്ട് സാമ്പത്തിക വർധനവിന് യോഗം കാണും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.